നിങ്ങൾക്ക് ലോകത്തിലെ പ്രശ്നങ്ങളാണോ നിങ്ങളുടെ പ്രശ്നം? അതിന് വേറൊരു വഴിയുണ്ട്. നിങ്ങളൊരു മന്ത്രവാദിയെ കണ്ടാൽ പ്രശ്നം തീരും. നിന്റെ പ്രശ്നം മാറ്റുവാൻ മന്ത്രവാദിക്കും കഴിയും. ഈ യേശുവിന്റെ അടുത്ത് വന്ന സമയങ്ങളുടെ കാര്യമില്ല. കാരണം നിങ്ങൾ യേശുവിന്റെ അടുത്ത് വരുന്നത് ആത്മീകമായിട്ട് ഉയരാനല്ല, നിങ്ങൾ ഭൂമിയിൽ ഉയരാനാണ് ഇങ്ങോട്ട് കടന്നു വരുന്നതെങ്കിൽ ഈ ലോകത്തിന്റെ ഒരു കാര്യം സാധിച്ചെടുക്കാൻ യേശുവിന്റെ അടുത്ത് വരണമെന്ന് നിർബന്ധമില്ല. നിനക്കൊരു മന്ത്രവാദിയുടെ അടുത്ത് പോയാലോ ലോകത്തിന്റെ കെട്ടിനെ അവൻ പൊട്ടിക്കും. എത്ര പേർക്ക് മന്ത്രവാദിയുടെ അടുത്ത് പോയി കാര്യങ്ങൾ സാധിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്? എത്ര പേർക്ക് കൈനോട്ടക്കാരുടെ അടുത്ത് പോയി കാര്യം സാധിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്? എൻ്റെ പ്രിയ ജനമേ, ആരെങ്കിലും ഇതിൻ്റെ അകത്ത് അങ്ങനെ വല്ല പ്രസ്ഥാനമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നീ അരിഷ്ടനാണ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് ജയമെടുക്കാൻ കഴിയാതെ വരും. മന്ത്രവാദിയുടെ പുറകെ പോയ ഒരുത്തന് രക്ഷപ്പെട്ട ചരിത്രമില്ല. ദൈവവചനം പറയുന്ന മന്ത്രവാദി മുടിഞ്ഞു പോകും. ദൈവവചനം പറയുന്ന മന്ത്രം ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും അവന്റെ തലമുറ മുടിഞ്ഞു പോകും. അങ്ങനെയെങ്കിൽ ഇന്ന് പാൽക്കാലം വിളിച്ചു പറയട്ടെ, നിനക്ക് ആശ്രയിക്കാൻ പറ്റിയത് മന്ത്രവാദിയല്ല, മന്ത്രവാദിയുടെ മുകളിൽ ഇരിക്കുന്ന സകല നാമത്തിന് മേലായ നാമമുള്ള യേശുവത്രേ. അതുകൊണ്ട് നിങ്ങൾ അവന്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പ്രാപിച്ചുകൊണ്ട് പോവുക.